ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം ഉപോദ്ഘാതം അതാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഒന്നാം അധ്യായം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ട് വേണം ഈ ഭാഷ്യത്തിലേക്ക് കടക്കുന്നതിന്. അതായത് ഗീതയിൽ തുടർന്നു വരുന്ന 18 അധ്യായങ്ങൾ, 2 മുതൽ 18 അധ്യായങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളുടെ ഒരു പൂർവപക്ഷം എന്നുവെച്ചാൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സന്ദർഭം ആയിട്ടാണ് ഒന്നാമത്തെ അധ്യായം. അതുകൊണ്ട് ആ ഒന്നാമത്തെ അധ്യായത്തിന് പ്രത്യേകിച്ചൊരു ഭാഷ്യകാരൻ രചിച്ചില്ല. മറിച്ച് ഉപോദ്ഘാത രൂപത്തിൽ ആ ഒന്നാം അധ്യായത്തിലെ വിഷയങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഭാഷ്യം രചിച്ചിരിക്കുകയാണ്. സാമ്പ്രദായികമായ രീതിയിൽ ഗ്രന്ഥരചനയുടെ ആരംഭത്തിൽ മംഗളാചരണം അനുഷ്ഠിക്കണം. ആ മംഗളാചരണമാണ് ഇവിടെ ഒരു ശ്ലോകരൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ശാങ്കരഭാഷ്യം. ഓം. ഇനി പുസ്തകത്തിൽ നോക്കാം. നാരായണഃ പരോ വ്യക്താത് അണ്ഡം അവ്യക്തസംഭവം അണ്ഡസ്യ അന്തസ്തിമേ ലോകാഃ അണ്ഡസ്യ അന്തഃ തു ഇമേ ലോകാഃ സപ്തദ്വീപാ ച മേദിനി. ഇത് ആചാര്യസ്വാമികൾ രചിച്ചതാണെന്നും അല്ല ഇത് മറ്റേതോ പുരാണത്തിൽ നിന്നും ഉദ്ധരിച്ചതാണെന്നും രണ്ടു പക്ഷമുണ്ട്. രണ്ടു തരത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ആദ്യം ഭഗവത് സ്മരണയോടുകൂടി തന്റെ രചന ആരംഭിക്കുകയാണ്. നാരായണഃ, പരമേശ്വരനായ നാരായണൻ, അവ്യക്താത് പരഃ, അവ്യക്തത്തിനും അപ്പുറം സ്ഥിതി ചെയ്യുന്നവനാണ്. ഈ ഭാഷ്യത്തിലെ പല കാര്യങ്ങളും വിശദീകരിക്കുന്നത് അതിന് ഈ ഭാഷ്യത്തിന് തന്നെ പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഭാഷ്യകാരന്റെ തന്നെ ശിഷ്യൻ എന്ന് കരുതപ്പെടുന്ന ആനന്ദഗിരി, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് പൊതുവെ ഇതിനെ ആശ്രയിച്ചു വരുന്നത്. പക്ഷെ പിൽക്കാലത്ത് മറ്റു പലരും ഈ ഭാഷ്യത്തിന് തന്നെ വിശദമായ വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്തിന്? ഭാഷ്യ വ്യാഖ്യാനമായ ആനന്ദഗിരിക്കും വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് ലഭ്യവുമാണ്. അതിൽ പ്രയാസമായി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ആനന്ദഗിരിയുടെ വ്യാഖ്യാനത്തിനനുസരിച്ചായിരിക്കും അർത്ഥം വിശദീകരിക്കേണ്ടി വരിക. ഇവിടെ പറയുന്നു അവ്യക്തം. അവ്യക്തം എന്ന് പറയുന്നതിന് ഇവിടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായാശക്തി എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ മായാശക്തി അത് അവ്യക്തമാണ്. അതിന് അവ്യക്തം എന്ന് എന്തുകൊണ്ടൊരു പേര് വന്നു? അതിനെ വിശദീകരിക്കുന്നത് ജീവൻ മായയ്ക്ക് അല്ലെങ്കിൽ അവിദ്യയ്ക്ക് അധീനനാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഉള്ള ജീവസൃഷ്ടി, ആ ജീവസൃഷ്ടി ഒരു മായാകാര്യമാണ്. അപ്പം മായയുടെ കാര്യം അല്ലെങ്കിൽ മായയ്ക്ക് അധീനനായിരിക്കുന്ന ജീവന് ഒരിക്കലും സ്വകാരണമായിരിക്കുന്ന മായ വെളിപ്പെടത്തില്ല. അതുകൊണ്ടാണ് അതിന് അനിർവചനീയ രൂപാസ, ആ മായ അനിർവചനീയാണോ, വിശദീകരിക്കാൻ കഴിയാത്തതാണ്.
ആ അർത്ഥത്തിൽ അതിന് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവന് വ്യക്തമായിരിക്കുന്നത് മായാകാര്യങ്ങളാണ്. മായാകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ശബ്ദ സ്പർശ രൂപരസ ഗന്ധരൂപത്തിൽ നിൽക്കുന്ന ഈ ജഗത്ത്, അത് ജീവന് വ്യക്തമായിരിക്കുന്നു. പക്ഷേ സ്വകാരണമായിരിക്കുന്ന മായ അതൊരിക്കലും ജീവന് അതിന്റെ പൂർണ്ണരൂപത്തിൽ വെളിപ്പെടത്തില്ല. അതിന്റെ ഉത്പത്തി സ്ഥിതി ജീവനൊരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. മായാശക്തി ജീവനെ സംബന്ധിച്ചിടത്തോളം നശിക്കാം. അത് നശിച്ചു കഴിഞ്ഞാലും അത് ജീവന് വെളിപ്പെടത്തില്ല. ആത്യന്തികമായി ജീവനിൽ സംഭവിക്കുന്നത് മായാശക്തിയുടെ നാശമാണ്. ആ നാശത്തിനും അത് നശിച്ചു പോകുന്നതല്ലാതെ അതിന്റെ സ്വരൂപം ഒരിക്കലും ജീവന് വെളിപ്പെടുന്നതല്ല. അതുകൊണ്ട് അതിന് അവ്യക്തം എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഈ മായാശക്തി ഈശ്വര ചൈതന്യത്തെ ആശ്രയിച്ച് ഈശ്വര ചൈതന്യത്തെ മറച്ച് നിലകൊള്ളുന്ന ഒരു ശക്തിവിശേഷമാണ്. അത് ഈശ്വര ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതേസമയം ആശ്രയിച്ചുകൊണ്ട് തന്നെ അതിനെ മറയ്ക്കുന്നു. ആർക്ക്? ജീവന്. ഈശ്വര ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവനും ഈശ്വരനും ഇടയിൽ ഒരു മറ സൃഷ്ടിക്കുക. അതാണ് ഈ അവ്യക്തം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം ഒരു മറയായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം മറഞ്ഞു നിന്നുകൊണ്ട് ജീവനെ വ്യാമോഹിപ്പിക്കുന്നു. ഈ ശക്തി ഈശ്വരനെയും മറയ്ക്കുന്നു. അതുകൊണ്ട് മായാശക്തിക്ക് അപ്പുറം ഉള്ള ഈശ്വരൻ നാരായണൻ, അത് ജീവന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? മായ തന്നെ സ്വയം അവ്യക്തമായി മറഞ്ഞിരിക്കുമ്പോൾ മായ അതീതനായ ആ ഈശ്വരൻ സ്വാഭാവികമായും മറഞ്ഞു തന്നെയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പര എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അത് പരമായി തന്നെ ഇരിക്കുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം മായയ്ക്ക് താഴെയുള്ള സർവവും അപരമായിട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ മായയ്ക്ക് താഴെയുള്ള ഏതിനെക്കുറിച്ച് അവന് ചിന്തിക്കാനും അറിയാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവന് കിട്ടിയിരിക്കുന്നത് ഈ മായാശക്തിയിൽ നിന്നാണ്. അതുകൊണ്ടെല്ലാം അവന് മറ്റൊന്നും പരമല്ല, മറിച്ച് അപരമാണ്. അതേസമയം ഈശ്വരനാണെങ്കിലോ അവിദ്യ അധീനനായിരിക്കുന്നിടത്തോളം കാലം, അവിദ്യാവശകനായിരിക്കുന്നിടത്തോളം കാലം ഈ ജീവൻ അത് പരനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പരന് വേണ്ടി ഒരു അന്വേഷണം. വേണ്ടി വന്നിരിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? അതിവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഗ്രന്ഥത്തിന്റെ ആദിയിൽ തന്നെ സംബന്ധം, അധികാരി, വിഷയം, പ്രയോജനം എല്ലാം സൂചിപ്പിക്കണമെന്നാണ്. വ്യക്തമായി തുറന്നു പറയത്തില്ല. മേധാവിയായ ജിജ്ഞാസ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്. അതായത് ജീവനും ഈശ്വരനും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ. അതാണ് അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തത്തിന്റെ കാതൽ അതാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പുതിയൊരു വിഷയമല്ലാതെ. പക്ഷേ ജീവൻ അതെന്നും പരനായി തന്നെ ഇരിക്കുന്നു. അപരനല്ല. അതിവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അവ്യക്താത് പരഹ. ജീവൻ ഈശ്വരൻ പരനായിരിക്കുന്നു, അന്യനായിരിക്കുന്നു. അതേസമയം ഈശ്വരൻ ഒഴികെ ബാക്കിയെല്ലാം അപരമായിരിക്കുന്നു, ജീവനോട് അഭിന്നമായിരിക്കുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യ ചർച്ച ചെയ്ത അധ്യാസം അവിടെ എത്തിച്ചേർന്നു. അതായത് ജീവൻ മായയ്ക്ക് താഴെയുള്ള സർവ പ്രപഞ്ച ഘടകങ്ങളുമായി
അപരഭാവത്തിലിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതിനാണ് അധ്യാസം എന്ന് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. അതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പരം അപരം. വാസ്തവത്തിൽ ജീവൻ താതാത്മ്യപ്പെട്ടിരിക്കേണ്ടത് ഈ പരനായ നാരായണനോടാണ്. ഇപ്പോൾ അവന് പരനായിരിക്കുന്ന ഈ നാരായണനോടാണ് ജീവൻ താതാത്മ്യപ്പെട്ടിരിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ നാരായണൻ തികച്ചും പരനായി, അവ്യക്തത്തിനും അപ്പുറമായി, മായയ്ക്ക് ഉപരിയായി ആ ജീവനിൽ നിന്ന് അകന്നിരിക്കുന്നു. മറിച്ച് ആ അവ്യക്തത്തിന് ഇപ്പുറമുള്ള സർവ്വവസ്തുക്കളോടും, സൂക്ഷ്മ സ്ഥൂലമായ സർവ്വവസ്തുക്കളോടും, ജീവനോട് അത്യന്തം അടുത്തിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന അന്ധഃകരണം, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയോടും, ബാഹ്യമായ സ്ഥൂല ശരീരം, വിഷയങ്ങൾ, ഇതിനെല്ലാത്തിനോടും അവൻ അപരനായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഇതിന് രണ്ടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ വൈപരീത്യം. വാസ്തവത്തിൽ എന്താണോ സംഭവിക്കേണ്ടത്? ഈ പരനായിരിക്കുന്ന നാരായണനോട് അഭേദമായി താതാത്മ്യരൂപത്തിൽ സ്ഥിതി ചെയ്യേണ്ട ഈ ജീവൻ ആ ഈശ്വരനെ പരനാക്കി മായാകാര്യങ്ങളായ ഈ സൂക്ഷ്മ സ്ഥൂലഭാവത്തിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഇതിനെയാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഇതാണ് സംസാരം എന്ന് പറയുന്നത്, ഇതാണ് ജഗത്ത്. അത് രണ്ടു തരത്തിലിരിക്കുന്നു. സൂക്ഷ്മഭാവത്തിലും സ്ഥൂലഭാവത്തിലും ആ താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത് അവ്യക്താത് അണ്ഡം എന്നാണ്. ഏതൊരു സ്ഥൂലമായ സൃഷ്ടിയുടെയും ബീജഭാവത്തെയാണ് നമ്മൾ അണ്ഡം എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിത്ത് എന്ന് വെച്ചാൽ അതിന്റെ സൂക്ഷ്മമായ അവസ്ഥ. ഇതിനെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സൂക്ഷ്മമായ അവസ്ഥയ്ക്ക് സമഷ്ടി രൂപത്തിൽ അതിന് ഹിരണ്യഗർഭൻ, അതിന്റെ തന്നെ സ്ഥൂലമായ ഭാവത്തിന് വിരാട്. ഈ രണ്ടു പേരുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാണ് ഭാഷ്യകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അവ്യക്താദണ്ഡം. അതെങ്ങനെ അവ്യക്ത സംഭവം? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. അവ്യക്തത്തിൽ നിന്നാണ് സർവവും സംഭവിച്ചിരിക്കുന്നത്. ഈ മായയിൽ നിന്ന്, മായാശക്തിയിൽ നിന്ന്. മായാശക്തിയിൽ നിന്നും സർവവും സൂക്ഷ്മവും സ്ഥൂലവും വ്യഷ്ടിരൂപത്തിൽ, പരിച്ഛിന്നമായ രൂപത്തിൽ, വെവ്വേറെ ഓരോ ജീവനോടും വേറിട്ട് വേറിട്ട് ചേർന്നു. അത് വ്യഷ്ടി. സമഷ്ടി രൂപത്തിലും ഈ ജീവന്മാർ, അനന്തമായ ജീവന്മാർ, അവയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് അവയോടെല്ലാം ചേർന്നു സമഷ്ടി രൂപത്തിൽ. അതാണ് സമഷ്ടി എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വിരാട് പുരുഷൻ എന്ന് പറയും. സ്ഥൂലഭാവത്തിൽ ഈ രണ്ടു തരത്തിൽ ഈ സൃഷ്ടി ജീവനോട് ചേർന്ന് നിൽക്കുകയാണ്. വ്യഷ്ടി രൂപത്തിലും സമഷ്ടി രൂപത്തിൽ. അതിന്റെ ആ സൂക്ഷ്മം അതിന്റെ സമഷ്ടി രൂപത്തിൽ നിൽക്കുന്നതാണ് അണ്ഡം. അതെവിടെ നിന്നുണ്ടായി? അവ്യക്ത സംഭവം. അവ്യക്തമാണ് അതിന്റെ സംഭവം, കാരണം. അല്ലെങ്കിൽ അവ്യക്തമാകുന്ന സംഭവത്തോട്, കാരണത്തോടു കൂടിയത് എന്ന് പറയുമ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഈശ്വരന് യാതൊരു കർത്തൃത്വമില്ല. ഇനി ഭഗവാൻ തന്നെ പറയും സുയതേ സചരാചരം. ഈ കാണുന്ന സർവസൃഷ്ടി മയാധ്യക്ഷേണ പ്രകൃതി. ഞാനിതിനൊരു അധ്യക്ഷനായിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചാൽ വെറുതെ ഇരുന്നു കൊടുക്കുകയാണ്. എന്റെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതി, ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ അവ്യക്തം. അപ്പൊ ചരാചരാത്മകമായ പ്രപഞ്ചം, ആ ചരാചരാത്മകമായ പ്രപഞ്ചം, അതിന് നമ്മുടെ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചരാചരാത്മകം ചിജ്ജട സംയോഗം.
ചിത്തും ജഡവും തമ്മിലുള്ള ഒരു സംയോഗം, ഒരു കൂടിച്ചേരൽ, ഒരു കൂടിക്കലരൽ. ആ ചിത്തും ചൈതന്യവും ജഡവും പ്രപഞ്ചവും തമ്മിൽ കൂടിക്കലർന്നിരിക്കുക. എങ്ങനെ കൂടിക്കലരുന്നു? സൂക്ഷ്മ സ്ഥൂലഭാവങ്ങൾ. അതാണ് ആ ഈശ്വരന്റെ ജീവഭാവം. ഇതിനാണ് ജീവത്വം എന്ന് പറയുന്നത്. ജീവത്വം സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളോട് ഈശ്വര ചൈതന്യം താതാത്മ്യപ്പെട്ടിരിക്കുക. അതാണ് ജീവത്വം. അതിന്റെ സമഷ്ടിയിൽ ആ ജീവനെ ഹിരണ്യഗർഭനെന്നും, സൂക്ഷ്മത്തിൽ സ്ഥൂലത്തിൽ അതേ ജീവനെ തന്നെ വിരാട് എന്നും വിളിക്കുന്നു. അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തിനു സൂചിപ്പിക്കുന്നു? ആ ജീവനെ, ആ ജീവന്റെ ബന്ധനാവസ്ഥയെ, ജീവന് ആദ്യമേ ഞാൻ പറഞ്ഞു, ജീവനുള്ള ഒരു സവിശേഷത എന്താണ്? ഒരിക്കലും ജീവന് മായയെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ജീവൻ ഒരിക്കലും താൻ ബന്ധനസ്ഥനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ആ മായാശക്തിയെക്കുറിച്ച് അല്പമെങ്കിലും ബോധം ഉണ്ടാകാനേ പറ്റും. അതുണ്ടാകാത്തതുകൊണ്ട് തന്നെ അക്കാര്യത്തെ ജീവന് സ്വസംവേദ്യമായിരിക്കുന്നു. അതായത് സദാ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബന്ധനത്തെ ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരുവിന്റെ ആവശ്യം വേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് മായ അവ്യക്തം എന്ന് പറഞ്ഞത്. സ്വയം അതിനെ ബോധിക്കുന്നതിന് മായ തടസ്സമായി നിൽക്കുന്നു. ഈ രണ്ടു കാര്യങ്ങൾക്ക്, ഒന്ന് ബന്ധനം, മറ്റൊന്ന് മോചനം. മായ തടസ്സമായി നിൽക്കുന്ന എന്തിനാണോ? മോചനത്തിന് മാത്രമല്ല, മോക്ഷത്തിന് മാത്രമല്ല മായ തടസ്സമായിരിക്കുന്നു. താൻ ബന്ധനസ്ഥനാണ് എന്ന് ജീവന് സ്വയം ധരിക്കുന്നതിനും അത് തടസ്സമായി നിൽക്കുന്നു. ആ തടസ്സമായി നിൽക്കുന്നതുകൊണ്ടാണ് ബോധപൂർവമായി ഒരാൾ സ്വന്തം മോചനത്തിന് വേണ്ടി പരിശ്രമിക്കാത്തത്. അതിനറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബോധപൂർവം പരിശ്രമിക്കുന്നു. ഈ രണ്ടു തരത്തിൽ ജീവനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവ്യക്തമായിരിക്കുന്ന മായ, ആ മായ അതിന്റെ കാര്യങ്ങളായിരിക്കുന്ന സ്ഥൂല സൂക്ഷ്മാത്മകമായ പ്രപഞ്ചം, ആ പ്രപഞ്ചങ്ങളോട്, പ്രപഞ്ച ഘടകങ്ങളോട് ജീവനെ ബന്ധിപ്പിക്കുന്നു. അതിനാണ് ചിത് ജഡ സംയോഗം, ചിത്തും ജഡവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധം കൊണ്ട് തന്നെ ആ ഈശ്വരനിൽ ജീവഭാവം വരുന്നു. സമഷ്ടിയിൽ വരുന്ന ആ ജീവഭാവത്തെയാണ് ഇവിടെ അണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി സംഭവിക്കുന്ന ആ ജീവഭാവം. അടുത്ത് പറയുന്നു, അണ്ഡസ്യ അന്തഃതു ഇമേ ലോകാഹ സപ്തദ്വീപാചമേദിനി. അണ്ഡസ്യ അന്തഃ, ആ അണ്ഡത്തിന്റെ ഉള്ളിൽ ആ സമഷ്ടിയായിരിക്കുന്ന മായാകാര്യമായിരിക്കുന്ന ആ ഹിരണ്യഗർഭ അവസ്ഥ, അതിന്റെ ഉള്ളിലായി എന്ന് പറഞ്ഞാൽ അത് കാരണമായി, അതിന്റെ കാര്യമായി ഇമേ ലോകാഹ, ഈ സർവ്വലോകങ്ങളും, ലോകങ്ങളെന്ന് പറയുന്നു ഈ സർവസ്ഥൂലഭാവങ്ങളും. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സപ്തദ്വീപ മേദിനീച്ച, സപ്തദ്വീപികളോട് കൂടിയിരിക്കുന്ന ഈ മേദിനിയും ഈ ഭൂമണ്ഡലവും. ഈ ഭൂമണ്ഡലത്തിൽ സപ്തദ്വീപുകളുണ്ടെന്നാണ് നമ്മൾ ഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ സപ്തദ്വീപുകളോടുകൂടിയിരിക്കുന്ന ഈ ഭൂമണ്ഡലവും ഇമേ ലോകാഹ, മറ്റു സർവസ്ഥൂല ഭാവങ്ങളും എന്താണ്? ഈ സൂക്ഷ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അത് അന്തർഭവിച്ചിരിക്കുന്നു? കാര്യകാരണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ആ തത്വമനുസരിച്ച്, ആ ന്യായമനുസരിച്ച് പറയുകയാണ്.
കുടം മണ്ണിൽ അന്തർഭവിച്ചിരിക്കുന്നു, ആഭരണങ്ങൾ സ്വർണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതുപോലെ ഈ പൃഥിവി, ഭൂമണ്ഡലം, അതിന്റെ കാരണമായിരിക്കുന്ന സൂക്ഷ്മ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അങ്ങനെ സ്ഥൂല സൂക്ഷ്മത്തിലുള്ള ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട് ജീവൻ ബന്ധനസ്ഥനായിരിക്കുന്നു. അതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ ബന്ധനസ്ഥനായിരിക്കുന്ന ജീവനെ അപ്പുറം ആണ്, അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ആര്? നാരായണ. അപ്പോൾ ശാസ്ത്രത്തിന്റെ ആവശ്യത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശാസ്ത്രം ബോധിപ്പിക്കുകയാണ് ജീവനെ, നീ ബന്ധനസ്ഥനാണ്. നാരായണൻ, നിന്റെ സ്വരൂപമായിരിക്കുന്ന നാരായണൻ നിനക്ക് പരനാണ്. നിനക്കും ഈ നാരായണനും ഇടയ്ക്ക് അവ്യക്തമുണ്ട്. അവ്യക്തം സൃഷ്ടിച്ചു ഈ ജഗത്തിനോടാണ് നീ അപരനായി താതാത്മ്യരൂപത്തിലിരിക്കുന്നത്, മറിച്ച് നാരായണനോടല്ല. ഇതാണ് ബന്ധനാവസ്ഥ. ഇതിൽ നിന്നും മോചനത്തിനു വേണ്ടി പരിശ്രമിക്കണം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപരാവസ്ഥയാണ്. അതിനെ സംസ്കൃത ഭാഷയിൽ, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ എന്താണ്? തത്വമസി, അല്ലെങ്കിൽ ജീവബ്രഹ്മൈക്യം എന്നെല്ലാം പറയും. അതാണ് ഇവിടുത്തെ ശാസ്ത്രത്തിന്റെ വിഷയം. ആ നാരായണനോടുള്ള അപരഭാവം, താതാത്മ്യം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ, അണ്ഡം, ആ സൂക്ഷ്മ സമഷ്ടിയോടുള്ള ആ ജീവന്റെ താതാത്മ്യം, പിന്നീട് വരുന്ന സ്ഥൂല പ്രപഞ്ചത്തോടുള്ള ആ താതാത്മ്യം, അതെല്ലാം ഇല്ലാതായിത്തീരുന്നു. അതാണ് സർവസംസാര നിവൃത്തി, മോക്ഷം എന്നെല്ലാം പറയുന്നു. ആത്യന്തിക സംസാര നിവൃത്തി എന്ന് പറയും. രണ്ടാമതൊരിക്കൽ, വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ടാകാത്ത തരത്തിൽ സംസാരത്തിൽ നിന്നും മുക്തനായിത്തീരുക. അതുകൊണ്ടാണ് ആത്യന്തിക സംസാര നിവൃത്തി എന്ന് പറയുന്നത്. കാരണം സംസാര നിവൃത്തി മനുഷ്യന് സദാ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രവും ഗുരുവും പരിശ്രമവും സാധനയും ഒന്നും കൂടാതെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോ? സുഷുപ്തിയിൽ സംസാര നിവൃത്തി സംഭവിക്കുന്നു. ആ സംസാര നിവൃത്തി ആത്യന്തികമല്ല. അതുകൊണ്ട് പറയുന്നു ആത്യന്തികമായ സംസാര നിവൃത്തി സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ആ സംസാരം നിവർത്തിച്ചാലും വീണ്ടും ആ സംസാരം അതിലും ഭീവത്സമായി പ്രത്യക്ഷപ്പെടുന്നു ഉണർന്നു വരുമ്പോൾ. അപ്പോൾ അതിന് നമുക്ക് ആത്യന്തികമായ സംസാര നിവൃത്തി എന്ന് പറയാൻ പറ്റത്തില്ല, സംസാര നിവൃത്തി എന്ന് പറയാം. എന്നുവെച്ചാൽ താത്കാലികമായി അല്ലെങ്കിൽ അപൂർണമായ ഒരു സംസാര നിവൃത്തി. പക്ഷേ ആത്യന്തികമായ സംസാര നിവൃത്തി വരണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന അണ്ഡം, അതായത് ഹിരണ്യഗർഭ, പിന്നെ പറയുന്ന വിരാട്, ഈ ഭാവങ്ങളിൽ നിന്നെല്ലാം ജീവന് മോചനം സംഭവിക്കണം. ആ നാരായണനോട് അപരനായിത്തീരണം. അപ്പൊ അത്, ആ മോചനം, അപരഭാവം, അതാണ് ഇവിടെ പ്രയോജനം എന്നാണ്. വിഷയം, അതിന്റെ താതാത്മ്യം, ഏകാത്മഭാവം, ജീവൈശ്വര. പ്രയോജനം, ഈ സംസാരത്തിൽ നിന്നുള്ള നിവൃത്തി. ഇതിനാരാണ് ആഗ്രഹിക്കുന്നത്? അവനാണ് ഇതിന് അധികാരി എന്നാണ്. ശാസ്ത്രം ശ്രവിക്കുമ്പോൾ ജീവനിൽ പ്രസക്തമായിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന സംസ്കാരം ജാഗ്രതാവുന്നു. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് ഉണർന്നു വരും. അതില്ലെങ്കിൽ അത് ഉണർന്നു വരത്തില്ല. അപ്പോൾ അവൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അവന്റെ ബുദ്ധി ഗ്രഹിക്കും. ബന്ധനം, അത് ശാസ്ത്രം ബോധിപ്പിക്കുന്ന ഒരു ബന്ധനം തന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധനത്തെ ഒഴിവാക്കണം, ഇതിൽ നിന്ന് മോചനം നേടണമെന്നുള്ള ആഗ്രഹം, ജിജ്ഞാസ ഉണ്ടാകും. അവനാണ് ജിജ്ഞാസു, അവനാണ് ശാസ്ത്രത്തിന് അധികാരി. അതിവിടെ സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ, ജീവന്റെ ബന്ധനത്തെ വിശദീകരിക്കുമ്പോൾ
മോചനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആർക്കാണോ ജിജ്ഞാസ ഉണരുന്നത് അവൻ ജിജ്ഞാസുവിന് അധികാരിയാണ്. പിന്നെ പറയുന്ന സംബന്ധം അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മുഴുവൻ ചർച്ച ചെയ്തത് സംബന്ധം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ശാസ്ത്രം, അധികാരി, വിഷയം, പ്രയോജനം ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം. അതിലിവിടെ പ്രധാനമായ സംബന്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന ബന്ധം, മോചനം ഇതെല്ലാം ഒരു ജീവനെ ബോധിപ്പിക്കുന്നത് ആരാണോ? ശാസ്ത്രമോ. ശാസ്ത്രമല്ലാതെ ഇതിനെ ജീവന് ബോധിക്കാൻ വേറെ ഉപായങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ശാസ്ത്ര ബോധിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ട്. പ്രധാനമായി ശാസ്ത്രം ഇവിടെ എന്താണ് ബോധിപ്പിക്കുന്നത്? അവ്യക്ത പരഹ നാരായണ. ആ നാരായണൻ ഈ സൂക്ഷ്മ സ്ഥൂല ഭാവത്തിലുള്ള ഈ പ്രപഞ്ചത്തിന് അതീതനായി സർവദാ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ആ പരമാത്മ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ആ പരമാത്മാവിന്റെ യഥാർത്ഥ സ്ഥിതിയെ ബോധിപ്പിക്കുകയാണ്. മോക്ഷാവസ്ഥയെ ബോധിപ്പിക്കുകയാണ്. ആ ബോധം അല്ലെങ്കിൽ ആ ജ്ഞാനം അതാണ് ആ ജീവനെ ആ അവസ്ഥയിലെത്തിക്കുന്നത്. അതിന് കാരണമായി തീർന്ന എന്താണ്? ശാസ്ത്രം. മറ്റൊന്നും ബോധിപ്പിക്കാനില്ല. അതുകൊണ്ട് ശാസ്ത്രം അങ്ങനെ ഒരു മോക്ഷത്തെ ജനിപ്പിക്കുന്ന ഒന്നായി മാറി. അപ്പോൾ മോക്ഷവും ശാസ്ത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ശാസ്ത്രം ജനകം, മോക്ഷത്തെ ജനിപ്പിക്കുന്നു. മോക്ഷം ജന്യം, ശാസ്ത്രം കൊണ്ട് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി ജീവൻ പ്രാപ്തമാകുന്നത് എന്നാണ്. അതൊരു സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലല്ല, സംബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ആ അർത്ഥം എടുക്കരുത്. അവിദ്യയെ നശിപ്പിച്ച് ആത്മജ്ഞാനത്തെ നൽകി അവിദ്യയെ നശിപ്പിച്ച് സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നത് അതാണ് ശാസ്ത്രം. അതാണ് ഇവിടുത്തെ ജന്യജനക സംബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള സംബന്ധങ്ങൾ ശാസ്ത്രവും അധികാരിയുമായിട്ട്, ശാസ്ത്രവും വിഷയവുമായിട്ട്, ശാസ്ത്രവും പ്രയോജനവുമായിട്ടുള്ള സംബന്ധങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വെളിപ്പെടുത്തിയിട്ട് ഒരുവനെ ആധ്യാത്മികശാസ്ത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് മംഗളശ്ലോകം. അങ്ങനെ ഒരു മംഗളശ്ലോകമായിട്ട് ഈ ശ്ലോകത്തെ ഒന്നുകിൽ ഉദ്ധരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രചിച്ചിരിക്കുന്നു ഭാഷ്യകാരൻ. അതിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം. നാരായണ അവ്യക്താത് പരഃ. നാരായണൻ അവ്യക്തത്തിനപ്പുറമാണ്. അണ്ഡം അവ്യക്ത സംഭവം. അണ്ഡം അവ്യക്തത്തിൽ നിന്നും ഉണ്ടായതാണ്. ഹിരണ്യഗർഭൻ സമസ്ത സൂക്ഷ്മ സൃഷ്ടിയോടുകൂടി ആ പരനായ നാരായണൻ താതാത്മ്യപ്പെട്ടു നിൽക്കുന്നു. സംസാരം, പ്രപഞ്ചം ആരംഭിച്ചിരിക്കുന്നു. അണ്ഡസ്യ അന്തഃ ഇമേ ലോകാഃ സപ്തദ്വീപ മേദിനീച. അണ്ഡസ്യ അന്തഃ, ആ സൂക്ഷ്മ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്നു. അന്തഃ അന്തർഭവിച്ചിരിക്കുന്നു. ഇമേ ലോകാഃ, ഈ കാണുന്ന സർവസ്ഥൂല പ്രപഞ്ചവും വിരാട് രൂപത്തിൽ. സപ്തദ്വീപ മേദിനീച്ച, ഈ കാണുന്ന ഈ പൃഥ്വീമണ്ഡലവും. അതിനെ എടുത്തു പറയുന്നത് എന്തുകൊണ്ട്? അവിടെ ഈ ലോകമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ജീവൻ ഈ ഭൂമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ടാണ് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് അതിന്റെ പ്രാധാന്യം. അതാണ് അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ വിരാട് രൂപത്തിൽ നിന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ജീവൻ ഇവിടെ ഇരുന്നത് ചിന്തിക്കേണ്ടി വരുന്നു? കാരണം ജീവന് ഈ ഭൂമണ്ഡലത്തിൽ ആണ് അതിനനുരൂപമായ ഒരു ശരീരം കിട്ടുന്നത്. ഇവൻ മറ്റ് ലോകങ്ങളിൽ
ഭൂർഭുവസ്വ, ഇങ്ങനെ നാനാ ലോകങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ വരുന്ന മറ്റു ലോകങ്ങളിലൊന്നും ഇത്രയും ആത്മമോക്ഷത്തിനായി ഇത്രയും അനുകൂലമായ ഒരു ശരീരം അവന് കിട്ടുന്നില്ല. ഇന്ദ്രിയങ്ങൾ, കരണങ്ങൾ, ശരീരം, ഇതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പഞ്ചഭൂതാത്മകമായ ഈ കരണങ്ങളും കാര്യമായ ശരീരവും എല്ലാം ഉപയോഗിച്ച് ജീവൻ ആത്മമനനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമണ്ഡലത്തിന് പ്രാധാന്യം വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു കാണിക്കുന്നത്. അങ്ങനെ ജീവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനായി പരിശ്രമിക്കുന്നു. അത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത ഭാഷ്യകാരൻ പറയുന്നു, സ ഭഗവാൻ സൃഷ്ടേദം ജഗത് ഇദം ജഗത് സൃഷ്ട്വാ തസ്യ സ്ഥിതിം ചികീർഷുഃ മരീച്യാദീൻ. പുസ്തകമുള്ളവരതി നോക്കണം. അഗ്രേ സൃഷ്ട്വാ പ്രജാപതീൻ പ്രവൃത്തിലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം തതോ അന്യാംശ്ച തതഃ അന്യാൻച സനകസനന്ദനാദീൻ ഉത്പാദ്യ നിവൃത്തിലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യലക്ഷണം ഗ്രാഹയാമാസ. സ ഭഗവാൻ, ആ ഭഗവാൻ, നേരത്തെ പറഞ്ഞ നാരായണൻ, പരഹ, പരമപുരുഷനായിരിക്കുന്ന ആ നാരായണൻ എന്നതിനെ സൂചിപ്പിക്കുക. ഇദം ജഗത് സൃഷ്ട്വ, ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട്. ഈ ജഗത്തിനെ സൃഷ്ടിച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ആ ജഗത്ത്? അതിനെ നമുക്ക് വ്യക്തമായി ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആദ്യത്തെ ശ്ലോകത്തിൽ അണ്ഡം അവ്യക്താ അണ്ഡസംഭവം അണ്ഡസ്തുമേ ലോക സപ്ത ദീപാച മേദിനി എന്ന് പറഞ്ഞത്. ഇതാണ് ജീവന്റെ ജഗത്ത്. സൃഷ്ടി നമുക്ക് സാധാരണ രണ്ടായിട്ട് തിരിക്കാം. സൃഷ്ടി രണ്ടാണ്. ഏതാണ്? ജീവനും ജഗത്ത് രണ്ടായിരിക്കുന്നു. ഇതിനാണ് ചരാചരം എന്ന് പൊതുവെ പറയുന്നു. ചിലത് ചരിക്കുന്നു, അത് ജീവൻ. അചരമായിരിക്കുന്നു, ചരിക്കാൻ കഴിയുന്നില്ല, അത് ജഡം. രണ്ടും കൂടി ചേരുമ്പോൾ ജഗത്തെന്ന് പറയും. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചിത് ജഡ സംബന്ധം, സംയോഗം. അതാണ് ജഗത്ത്. ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നാണ്. സൃഷ്ടിയിതം ജഗത്. ഈശ്വരൻ അത് ഇനി ഗീതയിൽ തന്നെ പറയും. നേരത്തെ ഞാൻ പറഞ്ഞ മയാധ്യക്ഷേന പ്രകൃതി സുയതേ സചരാചരം. എന്റെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതി ചരാചരാത്മകമായ ഈ ജഗത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അദ്വൈതത്തിൽ ആ സൃഷ്ടി ഇവിടെ പറയുന്നു, അങ്ങനെ സൃഷ്ടിച്ചു. അതിൽ രണ്ടു കൂട്ടരെ സൃഷ്ടിച്ചു. മരീച്യാദീൻ ഇവിടെ പറയും. പ്രജാപതീൻ, പ്രജാപതികളെ. ഈ ലോകത്തിന്റെ സ്ഥിതിക്ക് വേണ്ട പ്രത്യേക ചുമതലകൾ വഹിക്കുന്ന ജീവന്മാർ, അവരെയാണ് പ്രജാപതികളെന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടരെ പ്രത്യേകം സൃഷ്ടിച്ചു. സനകാദികൾ, ഇതിന്റെ സംഹാരം, അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടരെ സൃഷ്ടിച്ചതാണ് സനകാദികൾ. അവരുടെ ജോലി പ്രകൃതിയെ സംഹരിക്കുക, എന്നുവെച്ചാൽ അതിൽ നിന്ന് മോചന മാർഗം അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് സനകാദികൾ.
ഒരു കൂട്ടർ ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു, മറ്റൊരു കൂട്ടർ ഇതിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ രണ്ടു കൂട്ടരെ സൃഷ്ടിച്ചു എന്നാണ്. രണ്ടു തരത്തിലുള്ള ജീവന്മാരെ സൃഷ്ടിച്ചു. അതിൽ ജീവന്റെ സ്ഥിതി ഒന്ന്, മറ്റൊന്ന് ജീവന്റെ സംഹാരം, ജീവത്വത്തിന്റെ നാശം. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഭാഷ്യത്തിൽ. ജീവന്റെ സ്ഥിതി അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണോ? അത് ഈ ജഗത്തിന്റെ നിലനിൽപ്പാണ്. സൃഷ്ടികർത്താവായ നാരായണൻ ഈ ജഗത്തിന്റെ നിലനിൽപ്പ് ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ജീവൻ ഈ ജഗത്തിനോട് താതാത്മ്യപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ജഗത്ത് എന്നുള്ള ശബ്ദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? സംസ്കൃതത്തിൽ ഗം എന്ന് പറയുന്നൊരു ധാതു, ഗച്ഛതി, പോയിക്കൊണ്ടേയിരിക്കുക, സഞ്ചരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അതിൽ നിന്നാണ് ജഗത്ത് എന്നുള്ള ശബ്ദം ഉണ്ടായത്. അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു? അതിന് കാലുണ്ടോ? കാലുകൊണ്ട് സഞ്ചരിക്കുക. മറിച്ച് ജനനം, ജീവിതം, മരണം, വീണ്ടും ജനനം, ജീവിതം, മരണം എന്ന് പറയുന്ന ഈ പരിണാമങ്ങളിലൂടെ ഇതിങ്ങനെ കാലത്തിന്റെ സഹായത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുൻപും പിൻപും നിർണയിക്കുന്ന കാലമാണ്. കാലം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. മായ എപ്പോഴും ദുരൂഹമായിരിക്കുന്നു, മനുഷ്യന്റെ ബുദ്ധിക്ക് ഊഹിക്കാൻ കഴിയാതിരിക്കുന്നു. എന്നാലും അതിന് ചില പ്രകടമായ ഭാവങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഭാവമാണ് കാലം. ആ കാലമാണ് ജീവനിൽ മുൻ പിൻ ബോധത്തെ ഉണ്ടാക്കുന്നത്, ഭൂതഭാവികളെ കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു. ആ കാലത്തിന്റെ സഹായത്തോടുകൂടി ജീവൻ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ജനനം, നിലനിൽപ്പ്, മരണം ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നിരന്തരമായി തുടർച്ചയായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ജഗത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. സഞ്ചാരത്തിന് സാറിന് പറയുന്നു ക്രിയ എന്നുള്ള അർത്ഥമല്ല. ഭൗതികമായ വസ്തുക്കളിൽ കാണുന്ന ചലനക്രിയയല്ല, മറിച്ച് ജനനം, ജീവിതം, മരണം, അതാണ് സഞ്ചാരം, ജീവന്റെ സഞ്ചാരം. അതുതന്നെയാണ് ജഗത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ജീവന് സഞ്ചരിക്കണമെങ്കിൽ ആ ചൈതന്യത്തിന് സ്ഥൂല സൂക്ഷ്മ രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെടേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ അധ്യാസം എന്ന് പഠിച്ചത് മുമ്പ്. അങ്ങനെ ജീവൻ, ജഗത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കാലത്തിന്റെ സഹായത്തോടുകൂടി. ഇതിന്റെ തുടക്കത്തെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അത് സൃഷ്ടി. ഇതെന്ന് തുടങ്ങി എന്ന് ചോദിക്കും. ഇതിന്റെ തുടക്കം അനാദിയാണ്, എങ്കിലും ഇതിനൊരു തുടക്കമുണ്ട്. അതങ്ങനെയാണ് അനാദിയായി തുടക്കം വരുന്നത്. അതാണൊരു കൽപ്പം. അതിന് കൽപ്പം എന്ന് പറയും. അതായത് സൃഷ്ടിയെ കാലം കൊണ്ട് പരിച്ഛേദിച്ചു കഴിഞ്ഞാൽ, കാലം കൊണ്ട് സൃഷ്ടിക്ക് ഒരു പരിമിതി കൽപ്പിച്ചാൽ, ആ പരിമിതിയുടെ ആദ്യം അതിന് കൽപ്പാദി എന്ന് പറയും. അങ്ങനെയുള്ള അനാദി കൽപ്പങ്ങൾ, കൽപ്പങ്ങൾ അനാദിയായി തുടർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ജീവനൊരിക്കലും സൃഷ്ടിയുടെ രഹസ്യം പിടികിട്ടത്തില്ല. കാരണം കാലം അനാദിയാണ്. അനാദിയായ കാലം മായയുടെ പ്രകടഭാവമാണ്. അതാണ് ജീവനെ ഇങ്ങനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ജീവൻ അത് തനിക്ക് അധീനമായി വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവന് കൊടുത്തിരിക്കുന്ന ബുദ്ധി, അവന്റെ ഉപകരണങ്ങൾ, മനസ്സ്, ശരീരം, ഇതെല്ലാം ആ മായ ജീവന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. മായയുടെ അനന്തമായ ശക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ തുച്ഛമാണ്. വളരെ തുച്ഛമായ നിസ്സാരമായ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവനൊരിക്കലും
അപാരമായിരിക്കുന്ന ഈ സൃഷ്ടിയുടെ ആദിയെ അന്തത്തെ ഒന്നും അറിയാൻ സാധ്യമല്ല. കാരണം ഇത് വളരെ പരിമിതവും ഇതിന്റെ കാരണം അപരിമിതവുമാണ്. പരിമിതമായ ഒന്നുകൊണ്ട് അപരിമിതമായ ഒന്നിനെ എങ്ങനെ അളക്കും? അത് സാധ്യമല്ല. അതുകൊണ്ട് സൃഷ്ടിയുടെ രഹസ്യം ഒരിക്കലും ജീവനെ പിടികിട്ടത്തില്ല. അങ്ങനെയുള്ള ആ സൃഷ്ടിയുടെ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, ഇദം ജഗത് സൃഷ്ട്വ. ഈ ജീവ ജഡഭാവത്തിലുള്ള ഇതിനെ സൃഷ്ടിച്ചിട്ട് ഒരു കൽപ്പത്തിന്റെ ആദിയിൽ ഇതിന് ആരംഭം കുറിച്ചിട്ട് ധാത യഥ പൂർവം അകപ്പയത്, എങ്ങനെയാണോ കഴിഞ്ഞ കൽപ്പങ്ങളിൽ സംഭവിച്ചത് അതുപോലെ ഒന്നുകൂടി ആവർത്തിച്ചിട്ട് അനാദിയായിരിക്കുന്ന ഈ സൃഷ്ടിക്കൊരു ആദിമത്വം, ഒരു തുടക്കം ഉണ്ടാക്കിയിട്ട് എന്നർത്ഥം. അപ്പൊ സൃഷ്ടി അനാദിയാണെന്നും സൃഷ്ടി ആദിയുള്ളതാണെന്നും രണ്ടു തരത്തിലും പറഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും. അതിനുവേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സൃഷ്ടിയെ കൽപ്പാദിയിൽ എന്നർത്ഥം. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കണം. നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു, ഈശ്വരന് ഇതിൽ പങ്കില്ല. ഇതിന്റെ പൂർണ്ണമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് മായാശക്തിയാണ്. അപ്പോൾ മായാശക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽക്കണം എന്നാണ്. അതാണ് അതിന്റെ സ്ഥിതി. അതടുത്ത് പറയുന്നു, തസ്യജ സ്ഥിതിം ചികീർഷഹു. അതിന്റെ സ്ഥിതിയെ ചികീർഷഹു ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായ ആ ഭഗവാൻ അത് നിലനിൽക്കണം. എന്നുവെച്ചാൽ ജനന ജീവിത മരണങ്ങളിലൂടെ ഈ ജീവൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി മരീച്യാദീൻ അഗ്രേ സൃഷ്ടുവ. ആ സൃഷ്ടിയോടൊപ്പം തന്നെ കൽപ്പാദിയിൽ മരീചി തുടങ്ങിയ പ്രജാപതികളായ ഋഷിമാരെ ആദ്യം തന്നെ സൃഷ്ടിച്ചു. ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു. എന്നിട്ടെന്ത് ചെയ്തു? പ്രവൃത്തി ലക്ഷണം ധർമ്മം ഗ്രഹയാമാസ വേദോക്തം. വേദോക്തമായ പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ അവരെ ബോധിപ്പിച്ചു എന്നാണ്. അതായത് വേദത്തിലൂടെ ഋഷിമാരെ ഈശ്വരൻ തന്നെ ധർമ്മം എന്താണെന്ന് ബോധിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈശ്വരന്റെ നിശ്വാസം പോലെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കൽപ്പത്തിന്റെ ആദിയിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ വേദം പ്രകടമായി എന്നാണ്. ആ വേദത്തിൽ നിന്നും ഋഷിമാർ ധർമ്മം എന്താണെന്ന് ഗ്രഹിച്ചു. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ രണ്ടു കൂട്ടരും ഉണ്ടായത്. അതെങ്ങനെയുള്ള ധർമ്മം? പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം എന്ന് പറയുമ്പോൾ വേദത്തിൽ പ്രതിപാദിക്കുന്ന പ്രവൃത്തികൾ, അതാണ് ഇവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വർണ്ണ ആശ്രമ ബദ്ധമായിരിക്കുന്ന പ്രവൃത്തികളാണ്. ആചാര്യസ്വാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതേ ഗ്രഹിക്കുന്നുള്ളൂ. കർമ്മം എന്ന് പറയുമ്പോൾ അതേ ഗ്രഹിക്കുന്നുള്ളൂ. ഗീതയിൽ കർമ്മത്തെ വളരെ വിപുലമായ അർത്ഥത്തിൽ, വളരെ സൂക്ഷ്മമായ അർത്ഥത്തിൽ പറയുമെങ്കിലും പൊതുവെ കർമ്മത്യാഗം എന്ന് പറയുമ്പോൾ അത് വർണ്ണ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വർണ്ണവും ആശ്രമവുമായിട്ട്, ചാതുർവർണ്ണി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രകർമ്മങ്ങൾ, അതാണ് വർണ്ണകർമ്മം. ആശ്രമധർമ്മങ്ങൾ ബ്രഹ്മചര്യം, ഗർഭസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയുള്ള ആശ്രമധർമ്മങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം. പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവനെ ഈ സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചത്തോട്, മായാകാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെടുത്തി നിർത്തി ആ ജീവനെ ജനന മരണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന ആ ധർമ്മം, അതാണ് പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം. അതിനെ ഗ്രാഹയാമാസ ബോധിപ്പിച്ചു, ഗ്രഹിപ്പിച്ചു വേദത്തിലൂടെ എന്നർത്ഥം. എന്നുവെച്ചാൽ ഋഷിമാരുടെ ഉള്ളിൽ
ഋഷിമാരെ നമ്മൾ എന്താണ് പറയുന്നത്? മന്ത്രദുഷ്ടാക്കൾ, വേദത്തെ കണ്ടുപിടിച്ചവരാണെന്ന് പറയും. അപ്പോൾ ആദ്യം സൃഷ്ടിയുടെ ആദിയിൽ, കൽപ്പത്തിന്റെ ആദിയിൽ ഋഷിമാരെ സൃഷ്ടിച്ചു, ജീവനെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് അവരുടെ മനസ്സിൽ ഈ വേദത്തെ തോന്നിപ്പിച്ചു. ആര്? ഈശ്വരൻ. ആ വേദ മന്ത്രങ്ങളിലൂടെ അവരെന്ത് ചെയ്തു? എന്താണ് ധർമ്മം, പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം എന്താണെന്ന് ഗ്രഹിച്ചു എന്ന് ആദ്യം മുതലുള്ള കാര്യങ്ങളൂടെ പറഞ്ഞു വരികയാണ്. ഗീതാശാസ്ത്രത്തിന്റെ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് പറയും, ഈ ഗീതാശാസ്ത്രത്തിൽ രണ്ട് രൂപത്തിലുള്ള ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം, മറ്റൊന്ന് നിവൃത്തി രൂപത്തിലുള്ള ധർമ്മം. അതെവിടെ നിന്ന് വന്നു? അത് വേദത്തിൽ നിന്ന് വന്നതാണ്. ആരുപദേശിച്ചു? ഭഗവാൻ. അക്കാര്യം ഭഗവാൻ തന്നെ പറയും. സൂര്യന് ഞാൻ ഉപദേശിച്ചു, സൂര്യനിൽ നിന്ന് പിന്നീടത് പ്രജാപതികളിലൂടെ ഇങ്ങനെ കടന്നു വന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അക്കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. തതോ അന്യാംസ്ഥ, അടുത്ത് പറയുന്നു, സനക സനന്ദാദീൻ ഉത്പാദ്യ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കൂട്ടര് തഥ അന്യാൻ, നേരത്തെ ആ സൃഷ്ടിച്ച ഋഷിമാരിൽ നിന്നും അന്യരായ സനക സനന്ദനാദികൾ, സനത്കുമാരൻ തുടങ്ങിയവർ, അവരെ സൃഷ്ടിച്ചു. അത് വേറൊരു ജീവന്മാർ. അവരെങ്ങനെയുള്ളവരാണ്? നിവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ. എങ്ങനെയാണ് അത് നിവൃത്തി രൂപത്തിലുള്ള ധർമ്മം? പറയുന്നത് നിവൃത്തി ലക്ഷണം ധർമ്മം. എങ്ങനെയാണത്? ജ്ഞാന വൈരാഗ്യ ലക്ഷണം എന്നാണ്. നിവൃത്തി എന്ന് പറയുമ്പോൾ ജ്ഞാന വൈരാഗ്യ ലക്ഷണം. അത് മറ്റെന്താണ്? പ്രവൃത്തി ലക്ഷണമാണ്. പ്രവൃത്തിയാണ് അതിന്റെ സ്വഭാവം. ഇതെന്താണ്? ജ്ഞാനവും വൈരാഗ്യവുമാണ് അതിന്റെ സ്വഭാവം. അങ്ങനെയുള്ള ഒരു ധർമ്മം ഗ്രഹായാമാസ, ഗ്രഹിപ്പിച്ചു. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നതിന് ഇവിടെ രണ്ട് അർത്ഥമാണ് കൽപ്പിക്കുന്നത്. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. സർവധർമാൻ പരിത്യജ്യ, സർവകർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട്. എങ്ങനെയുള്ള കർമ്മങ്ങളെ? വേദോക്തം. അത് ശ്രദ്ധിക്കും. ഇവിടെ പറയുന്നുണ്ടല്ലോ, വേദോക്തമായ കർമ്മങ്ങളെ, അതിനെ പരിത്യജിച്ചിട്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതാണ് നിവൃത്തി, ജ്ഞാന വൈരാഗ്യ ലക്ഷണം. ആ ശരണാഗതി എന്ന് പറയുന്ന ഒരു ധർമ്മമാണ്. അത് ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? സനക സനന്ദനാദീൻ. അതെന്താണ്? ജ്ഞാന വൈരാഗ്യ രൂപത്തിലുള്ളതാണ്. ഇവിടെ ആദ്യം തന്നെ ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്നത് ഒരു ധർമ്മം അത് മുമുക്ഷുക്കളായ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം ത്യജിക്കേണ്ടതും മറ്റൊരു ധർമ്മം ഗ്രഹിക്കേണ്ടതുമാണ്. ആർക്ക്? മുമുക്ഷുക്കളായ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് ജീവന്മാർ സ്വതേ സഹജമായി ഇതിനൊന്നും സ്വീകരിക്കുന്നില്ല. പ്രവൃത്തിയെ സ്വീകരിക്കുന്നില്ല, നിവൃത്തിയെ സ്വീകരിക്കുന്നില്ല. സഹജമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിൽ ഈ പറയുന്ന മരീച്യാദി പ്രജാപതികളുടെ മാർഗത്തെ സ്വീകരിക്കുന്നവർ പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ സ്വീകരിക്കും. അതാണ് വേദോക്തമായ ധർമ്മം. അതെങ്ങനെയുള്ളവർ? ഇവിടെ അടുത്ത് പറയും, ആചാര്യസ്വാമികളും വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ പെടുന്നവർ. അവർ ഈ പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ സ്വീകരിക്കുന്നു. ഇതിലൊന്നും പെടാത്തവരൊന്നും സ്വീകരിക്കുന്നില്ല. സഹജമായ പ്രവൃത്തികളിൽ അവർ പോകുന്നു. ജീവസന്ധാരണത്തിന് ആവശ്യമായ പ്രവൃത്തികൾ ചെയ്ത് സഹജമായ കർമ്മങ്ങളിൽ മുഴുകി പോകുന്നു ജീവന്മാർ. മറിച്ച് ഭാഷ്യകാരൻ തന്നെ പറയും, ഈശ്വരൻ തന്നെ ഒരു വ്യവസ്ഥ ഈ ധർമ്മത്തിന് വേണ്ടി വെച്ചു. എന്താണ്? അതാണ് വർണ്ണ ആശ്രമ വ്യവസ്ഥ. ആ വ്യവസ്ഥകളെ സ്വീകരിക്കുന്നവർ, ആ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നവരെന്ത് ചെയ്യുന്നു? ഈ പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ, പ്രവൃത്തി രൂപത്തിലുള്ള വേദോക്തമായ പ്രവൃത്തിയായിരിക്കും. അല്ല എന്തെങ്കിലും പ്രവൃത്തിയായാൽ പോരാ, അതിന് പ്രാധാന്യമുണ്ട്. വേദത്തിലൂടെ ബോധിപ്പിച്ച ആ പ്രവൃത്തികളെ സ്വീകരിച്ചു പോകുന്നു. പക്ഷെ അതെന്താണ്? അത് ജീവന്റെ
മോചനത്തിന് ഹേതുവല്ല, മറിച്ച് സ്ഥിതിക്ക് ഹേതുവാണെന്ന് വെച്ചാൽ സംസരണത്തിന്, ജഗത്തിന് ഹേതുവാണ്, ആ ജീവന്റെ സഞ്ചാരത്തിന് ഹേതുവാണ്. കാലത്തെ ആശ്രയിച്ച് ജനന മരണങ്ങളിലൂടെ പോകുന്നതിനത് കാരണമായിരിക്കുന്നു. അത് ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തിയ ധർമ്മമാണ്. മറിച്ച് മറ്റൊരു കൂട്ടരുണ്ട്, ഈ ശനകാദികളുടെ മാർഗത്തെ പിന്തുടർന്നവർ. അവരെന്ത് ചെയ്യുന്നു? അവരീ വേദോക്തമായ പ്രവൃത്തികളെ ത്യജിക്കുന്നു. ആ ത്യാഗത്തെയാണ് ഇവിടെ വൈരാഗ്യം എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സന്യാസം. സന്യാസമാർഗത്തെ സ്വീകരിക്കുന്നു, ത്യാഗത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുന്നു. വേദോക്തമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ച് നിവൃത്തിയുടെ മാർഗത്തെ സ്വീകരിക്കുന്നു. അതിനെന്താണ് അവരെ സഹായിക്കുന്നത്? ജ്ഞാനം. അതിനുള്ള വിവേകം അല്ലെങ്കിൽ ജ്ഞാനം അവർ സമ്പാദിക്കുന്നു. ആ ജ്ഞാനത്തിലൂടെ വേദോക്തമായ കർമ്മങ്ങളെല്ലാം ത്യജിക്കുന്നു. താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഭാഷ്യത്തിൽ ആവർത്തിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ജീവന് രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് പ്രേയസിന്റെ മാർഗം, മറ്റൊന്ന് ശ്രേയസിന്റെ. നമ്മൾ ഇക്കാര്യം കഠോപനിഷത്തിൽ ചർച്ച ചെയ്തതാണ്. ആ പ്രയോമാർഗം, അതിനു വേണ്ടിയിട്ടാണ് വേദത്തിൽ പ്രജാപതികൾക്ക് വേണ്ടി പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെ ഉപദേശിച്ചത്. യാഗാദി കർമ്മങ്ങൾ ചെയ്യുക, സ്വർഗാദികളെ പ്രാപിക്കുക, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പുത്ര ധന സമ്പത്തികളെല്ലാം ആർജിക്കുക. അതിനുവേണ്ടിയിട്ട് വേദ നിർദ്ദിഷ്ടമായ രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ശാസ്ത്രീയമായ കർമ്മങ്ങൾ ചെയ്യുക. അതൊന്നും. മറ്റൊന്ന് സർവധർമ്മ പരിത്യാഗം. ഈ പറയുന്ന സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക. എന്നിട്ട് ജ്ഞാന വൈരാഗ്യ രൂപത്തിലുള്ള നിവൃത്തി ധർമ്മത്തെ സ്വീകരിക്കുക. അത് അർജുനനോട് ഉപദേശിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. അതും ഒരു ധർമ്മമാണ്. പക്ഷെ ആ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ത്യാഗധർമ്മമാണ്. അതുകൊണ്ടാണ് അതിനെ നിവൃത്തി, പ്രവൃത്തിക്ക് നേരെ വിപരീതമായത്, പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയുന്നത്. ഇത് മറ്റൊരു വഴി. ഇതെന്താണ്? മോചനത്തിലേക്കുള്ള വഴി. മറ്റത് ബന്ധനം തുടരുന്ന ഒന്നും. ഇതാണ് ഗീതാശാസ്ത്രത്തിൽ രണ്ട് വഴികളെക്കുറിച്ച് പറയുന്നത് എന്നാണ്. പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്, നിവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് ഗീതയിൽ പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഇനി ഭാഷ്യകാരൻ പറയും. കാരണം സംസാര, ഈ ജഗത്തിന്റെ സ്ഥിതിക്ക് ഹേതുവായ സംസാര തുടരുന്ന ഈ പ്രവൃത്തി ധർമ്മത്തെ ഗീതയിൽ എന്തിനുപദേശിക്കണം? അത് ഒരുവന് മോചനത്തിന് സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ എന്തിനാണ് അതിനെ ഉപദേശിക്കുന്നത്? അതിന് ഭാഷ്യകാരൻ ഈ സമാധാനം പറയും. ആ ധർമ്മത്തെ യോഗമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് നിശ്രേയസത്തിന്, മോക്ഷത്തിന് കാരണമായി തീരും എന്നിനി വിശദീകരിക്കും. അത് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതാണ് അടുത്ത് പറയുന്നത്. ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ. വേദോക്തമായ ധർമ്മം ദ്വിവിധ, രണ്ട് തരത്തിലാണ്. വേദോക്തം, വേദത്തിൽ പറയപ്പെട്ടതായ ധർമ്മം. ഇതിന്റെ തന്നെ അടിസ്ഥാനം വേദമാണ്. അതായത് ധർമ്മം, അതായത് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ലൗകികമായി ചിന്തിക്കാൻ പാടില്ല. ഇവിടെ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ലൗകികമായ പ്രവൃത്തികൾ, സാധാരണ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അവിടെ ഒരു ചർച്ചയ്ക്ക് വരുന്നില്ല. വേദഭീതമായ പ്രവൃത്തികളെ വരുന്നുള്ളൂ. അത് ത്യജിക്കണമോ അത് സ്വീകരിക്കണം, അത് കൊണ്ടുപോകണം. അതാണ് ഇവിടുത്തെ ചർച്ചാവിഷയം. നമ്മൾ ദൈനംദിനം അനുഷ്ഠിച്ചു വരുന്ന മറ്റു പ്രവൃത്തികൾ അതിവിടെ ഒരു വിഷയമല്ല. എന്തുകൊണ്ട്? അത് വേദവിഹിതമല്ലാത്തതുകൊണ്ട്. അപ്പോൾ വേദവിഹിതമായ ധർമ്മം അത് രണ്ടു തരമാണ്. എന്താണോ? പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണ. അതൊന്നുകൂടി വിശദീകരിക്കും. ഒന്ന് പ്രവൃത്തി ലക്ഷണം എന്ന് വെച്ചാൽ പ്രവൃത്തിയുടെ രൂപത്തിലുള്ളത്, ലക്ഷണം എന്ന് വെച്ചാൽ രൂപം, പ്രവൃത്തി രൂപത്തിലുള്ളത്. മറ്റൊന്ന് നിവൃത്തി ലക്ഷണവും, നിവൃത്തിയുടെ രൂപത്തിലുള്ളത്. അതാണ് ആചാര്യസ്വാമികളുടെ
മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ചിന്തകളും എല്ലാ ചർച്ചകളും വേദത്തെ അധികരിച്ചിട്ടാണ്. അത് വൈദികമാണ്. അല്ല, വേദത്തെ വിട്ടിട്ട് സ്വതന്ത്രമായൊരു ചിന്ത ഒരു തരത്തിലും ഒരു ഭാഗത്തും ഭാഷ്യങ്ങളിലും ഒരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയത്തില്ല. വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയേ ചിന്തിക്കത്തുള്ളൂ. ഒരു വാക്ക് പറഞ്ഞാൽ പോലും അതിന് വേദവുമായി ബന്ധപ്പെട്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. രണ്ടു തരത്തിലുണ്ട്, പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും. അതിനെ വിശദീകരിക്കുകയാണ്. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു യഹ സധർമ്മഃ ബ്രാഹ്മണാദ്യൈഃ വർണ്ണിഭിഃ ആശ്രമിഭിശ്ച ശ്രേയോർച്ഛഭിഃ അനുഷ്ഠീയമാനഃ. ധർമ്മം, ആ ധർമ്മം അനുഷ്ഠിക്കുന്ന ആരാണ്? ശ്രേയോർച്ഛഭിഃ, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവരാണ് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത്. അല്ലാത്തവർ അനുഷ്ഠിക്കുന്നതാണ് അധർമ്മം. ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അത് വേദോക്തമെന്ന് പറയുന്നതിന് എന്താണ് കാരണം? അതിന് വേദത്തിൽ ചില വ്യവസ്ഥകൾ, ചിട്ടകൾ, ക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് അധർമ്മം എന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വേദത്തെ അവിടെ ആശ്രയിക്കുന്നത്. അതാണ് ശ്രേയോർത്ഥിഭി, ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവരാൽ അനുഷ്ഠിക്കപ്പെടുന്നതായ അതാണ് സധർമ്മ, അതാണ് ധർമ്മം. അതെങ്ങനെ? പ്രാണിനാം, പ്രാണികൾക്കെന്ന് വെച്ചാൽ ജീവന്മാർക്ക്. പ്രാണിശബ്ദത്തിന് ജീവനെന്നർത്ഥം. ജീവന്മാർക്കെല്ലാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. വൈദികമായ ധർമ്മം, പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മം ജീവന്മാർക്ക് സാക്ഷാത് അഭ്യുദയത്തിന് ഹേതുവാണ്. നേരിട്ട് തന്നെ അത് അവൻ അഭ്യുദയത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ അഭ്യുദയം ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ആ കർമ്മങ്ങളുടെ ഫലങ്ങൾ, പ്രവൃത്തി രൂപത്തിലുള്ള കർമ്മങ്ങളുടെ ഫലത്തിലേക്ക് അവനെ നയിക്കുന്നു, സ്വർഗാദി ഫലങ്ങൾ. ഇനി മറ്റൊന്നുണ്ട്, എന്താണ്? നിവൃത്തി രൂപത്തിലുള്ള ധർമ്മം. അതെന്ത് ചെയ്യുന്നു? സാക്ഷാത് നിശ്രേയസഹേതു, അവനെ നേരിട്ട് മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ഒന്നവനെ നേരിട്ട് കർമ്മഫലങ്ങളിലേക്ക് നയിക്കുന്നു, മറ്റൊന്നവനെ നേരിട്ട് മോക്ഷത്തിലേക്ക്, നിശ്രേയസത്തിലേക്ക് നയിക്കുന്നു. അതാണ് ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു യസധർമ്മ. ഈ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈ ജഗത്തിന്റെ സ്ഥിതിക്ക് കാരണമാണ്. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ധർമ്മമാണ്. സ്ഥിതി കാരണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഒരു ധർമ്മം, പ്രവൃത്തി രൂപത്തിലുള്ള ഈ ധർമ്മം, അത് ജീവനെ ജനനം മരണം ഈ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. നിവൃത്തി രൂപത്തിലുള്ള ധർമ്മമാണെങ്കിലോ അത് ജീവനെ, അതും ജീവനെ മുന്നോട്ട് നടത്തിക്കുന്നുണ്ട്. എങ്ങനെ? ശാസ്ത്രം, സാധന, മോക്ഷം, ഈ തരത്തിൽ മോക്ഷത്തിൽ അവനെ എത്തിക്കുന്നു. അങ്ങനെ ജീവന്മാരെ അനാദിയായി അനന്തമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശാസ്ത്രത്തിലൂടെ, സാധനയിലൂടെ മോക്ഷത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതും ജഗത്തിന്റെ ഭാഗമാണ്, ജഗത് വ്യവഹാരമാണത്. മറ്റൊന്നെന്ത് ചെയ്യുന്നു? അത് ആത്യന്തികമായി മോചനത്തിലേക്ക് നയിക്കുന്നുവെങ്കിലും അതുവരെ അതും മായാകാര്യമായ വ്യവഹാരമാണ്, സംസാരാന്തർഗതമാണ്. മറ്റൊന്നാണെങ്കിലോ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാതെ സംസാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് രണ്ടും ജഗതക സ്ഥിതി കാരണം ഈ ജീവന്റെ സ്ഥിതിക്ക്, നിലനിൽപ്പിന് കാരണമാണ്. ഒന്ന് ജീവന്റെ ബന്ധനസ്ഥിതിക്ക് കാരണം, മറ്റൊന്ന് ജീവന്റെ മോചനസ്ഥിതിക്ക് കാരണം. അങ്ങനെയുള്ളതാണ് ധർമ്മം. പ്രവൃത്തി രൂപത്തിലും നിവൃത്തി രൂപത്തിലുമുള്ള വേദോക്തമായ ധർമ്മം അതെന്തു ചെയ്യുന്നു? ബ്രാഹ്മണാദ്യൈഃ വർണ്ണിഭിഃ ആശ്രമിഭിശ്ച. വേദോക്തമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ബ്രാഹ്മണാദി
വർണ്ണികളും ആശ്രമികളുമാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും ഇത് നമുക്ക് പറ്റിയതാണോ? കാരണം ബ്രാഹ്മണാദ്യഹി വർണ്ണഭീ ആശ്രമി, ബ്രാഹ്മണാദി വർണ്ണികളും ആശ്രമികളുമാണ് ഇതനുഷ്ഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്നു ഞാൻ ബ്രാഹ്മണനല്ലല്ലോ, എനിക്കത് അനുഷ്ഠിക്കാൻ പറ്റുമോ, പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി പറയും, ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. ഇന്നത്തെ ബ്രാഹ്മണനോ ആശ്രമികളോ വർണ്ണികളോ ഇത് അനുഷ്ഠിക്കുന്നു എന്നല്ല, പണ്ട് കാലത്ത് ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ഏതോ ഒരു കാലത്ത് ഇത് ബ്രാഹ്മണാദി വർണ്ണികളും ആശ്രമികളും ഇതെല്ലാം അനുഷ്ഠിച്ചിരുന്നു, വേദോക്തമായ ധർമ്മത്തെ. ഇന്നൊന്നുമല്ല. ഇന്നത്തെ ബ്രാഹ്മണനും പുട്ടുകച്ചവടമാണ് ജോലി. അവരെ കുറിച്ചല്ല പറയുന്നത്. പണ്ടേതോ ഒരു കാലത്ത്, ആ കാലത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ പിടിപാടില്ല, ആ കാലഘട്ടത്തിൽ ഇതനുഷ്ഠിച്ചിരുന്നു എന്നാണ്. വർണ്ണികളും ആശ്രമികളും വേദോക്തമായ ധർമ്മത്തെ ആശ്രയിച്ചിരുന്നു, അനുഷ്ഠിച്ചിരുന്നു. ആ കാലം പോയി. അതിനി അടുത്ത് പറയുന്നുണ്ട്. ആ കാലം നഷ്ടപ്പെട്ടു പോയി. അതാണ് അടുത്ത് പറയുന്നത്. ദീർഘേണ കാലേന അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ പ്രവൃദ്ധമാനേ ച അധർമ്മേ ജഗതഃ സ്ഥിതിം പരിപിപാലയിഷു സ ആദികർത്ത നാരായണാഖ്യോ വിഷ്ണു ഭൗമസ്യ ബ്രഹ്മണഃ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വാസുദേവാത് അംശേന കില സംബഭൂവ. ഇവിടെ പറയുന്ന ഈ ധർമ്മം ദീർഘേണ കാലേന അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്. ഈ ധർമ്മം ഏതോ ഒരു കാലത്ത് ബ്രാഹ്മണാദി വർണ്ണികളും ആശ്രമികളും അനുഷ്ഠിച്ചിരുന്നു. പ്രവൃത്തി നിവൃത്തി രൂപത്തിലുള്ള ഈ ധർമ്മത്തെ സനകാദികളുടെയും മരീച് ആദികളുടെയും പരമ്പരയിൽപ്പെട്ടവർ ഒരു കാലഘട്ടത്തിൽ ഇത് അനുഷ്ഠിച്ചിരുന്നു. പക്ഷേ എന്തുപറ്റി? ദീർഘേണ കാലേന, തലമുറകളായി, അതാണ് ദീർഘകാലം. ഈ ധർമ്മത്തെ ഇങ്ങനെ അനുഷ്ഠിച്ചു വന്നപ്പോ അനുഷ്ഠാതൃണാം കാമോദ്ഭവാ, ഇതനുഷ്ഠിച്ചു വന്നിരുന്നവരുടെ ഉള്ളിൽ അന്ധക്കരണത്തിൽ ദുരാഗ്രഹങ്ങളുണ്ടായി എന്നർത്ഥം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭാഷ്യകാരൻ സംഭവിച്ചതിന് ഇവിടെ ചുരുക്കി പറയുന്നുണ്ട്. ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മേണ, ഇവർ അധർമ്മികളായി തീർന്നു. ഈ ബ്രാഹ്മണാദി വർണ്ണികളും ആശ്രമികളും എല്ലാം എന്ത് ചെയ്തു? അധർമ്മത്തെ പിന്തുടർന്നു, ധർമ്മത്തെ വിട്ടു, വേദോക്തമായ ധർമ്മത്തെ വിട്ടു. എന്തുകൊണ്ട്? ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന, വിവേക വിജ്ഞാനങ്ങൾ ഹീയമാനമായി തീർന്നു, നശിച്ചുപോയി എന്നാണ്. ഈ ബ്രാഹ്മണാദി വർണ്ണികളിലും ആശ്രമികളിലും ഉണ്ടായിരുന്ന വിവേക വിജ്ഞാനങ്ങളെല്ലാം നശിച്ചു. എന്തുകൊണ്ട്? കാമോദ്ഭവ, ആ ജീവന്മാരുടെ അന്ധകരണത്തിൽ പൂർവകൽപ്പങ്ങളിൽ നിന്നും അവർ സമ്പാദിച്ചിരുന്ന, പ്രസുപ്തമായിരുന്ന, ഉറങ്ങിക്കിടന്നിരുന്ന, ലീനമായിരുന്ന വാസനകൾ അത് പ്രബുദ്ധമായി, അത് ജാഗ്രതായി, അത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഈശ്വരൻ തന്നെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്ന ഈ ധർമ്മത്തെ അത് കീഴ്പ്പെടുത്തി കളഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത് ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മം. അധർമ്മത്തിന് ഹേതു എന്താണോ? അവന്റെ വിവേക വിജ്ഞാനങ്ങൾ നശിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിവേക വിജ്ഞാനങ്ങളെ നശിച്ച് അതുകൊണ്ട് എന്ത് ചെയ്തു? അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ, ധർമ്മം അധർമ്മത്താൽ കീഴ്പ്പെട്ടുപോയി. ധർമ്മത്തെ അധർമ്മം കീഴ്പ്പെടുത്തി. അതിന്റെ ക്രമം പറയുകയാണ്.
അതിനെന്താ കാരണം? സൃഷ്ടിയുടെ ആദിയിൽ ഭഗവാൻ തന്നെ നേരിട്ട് ധർമ്മത്തെ വേദത്തിലൂടെ വെളിപ്പെടുത്തിയെങ്കിലും തലമുറകളായി ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞു. ആ ധർമ്മത്തിൽപ്പെടുന്നതാണ് വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം ധർമ്മത്തിന്റെ ഭാഗമാണ്. തലമുറകൾ കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായിരുന്ന വിവേക വിജ്ഞാനങ്ങൾ നഷ്ടപ്പെട്ടുപോയി. ഇത് ഏതോ ഒരു അനാദി കാലത്തിൽ സംഭവിച്ച കാര്യം പറയുകയാണ്, ഇന്നുള്ള കാലമല്ല. അപ്പോൾ ധർമ്മം നഷ്ടപ്പെട്ടിട്ട് അധർമ്മം വൃദ്ധിയെ പ്രാപിച്ചിട്ട് ഏതോ ഒരു കാലമാണ്. ആ കാലത്ത് നമുക്കറിയാം. അതാണ് അടുത്ത് പറയുന്നത്. പ്രവൃദ്ധമാനീച്ച അധർമ്മേ, ധർമ്മം വളരെ വർദ്ധിച്ച ഒരു കാലം. ഏതാണ് ആ കാലം? അതാണ് അടുത്ത് പറയുന്നത്. ജഗതഃ സ്ഥിതിം പരിപിപാലയിഷു, പരിപാലിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനായ സ ആദികർത്ത, ആ ആദികർത്താവായിരിക്കുന്ന നാരായണാഖ്യോ വിഷ്ണു, നാരായണൻ എന്ന് നമ്മൾ വിളിക്കുന്ന നാരായണൻ എന്ന പേരോടുകൂടിയതായ വിഷ്ണു തന്നെ എന്തിനു വേണ്ടി? ജഗതഃ സ്ഥിതിം പരിപാലയിഷു, ഈ ജഗത്തിന്റെ സ്ഥിതിയെ നിലനിർത്തുന്നതിന് ആഗ്രഹിക്കുന്നവനായ ആ നാരായണൻ ഇത് കാണുന്ന എന്താണോ? ആദിയിൽ താൻ ഉപദേശിച്ച, അതിനീ ഗീതയിലും പറയും, അത് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഉപദേശിച്ചത്. അത് തന്നെ ഇവിടെയും പറയുന്നു. താൻ ഉപദേശിച്ച ധർമ്മം സനകാദികൾക്കും മരീച്യാദികൾക്കും ഉപദേശിച്ചു കൊടുത്ത ധർമ്മമെല്ലാം നഷ്ടപ്പെട്ടു. ജനം വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം വിട്ടു. ബ്രാഹ്മണരിൽ മാത്രമല്ല, ബ്രാഹ്മണാദി എന്ന് പറയുന്നു. ബ്രാഹ്മണാദികളിൽ എന്ത് ചെയ്തു? വിവേക വിജ്ഞാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അധർമ്മം വർദ്ധിച്ചു. ധർമ്മത്തെ അധർമ്മം കീഴ്പ്പെടുത്തിയെന്നാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആണ് ഈ നാരായണൻ അവതരിക്കുന്നത്. അപ്പൊ ഈ കാലം നമുക്കറിയാം. പുരാണങ്ങളിലൂടെ ഇതിഹാസങ്ങളിലൂടെ നമുക്ക് പരിചയമുള്ള ഈ നാരായണൻ അവതരിച്ച കാലം വിഷ്ണു. ആ കാലത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പറയുന്നത് ദേവക്യാം വസുദേവ. ദേവകിയിൽ വസുദേവനിലൂടെ അവതരിച്ചു. അവതാരത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ സമയത്താണ് ഈ ധർമ്മം നിശേഷം നശിച്ചു പോയത്. അധർമ്മം ധർമ്മത്തെ കീഴ്പ്പെടുത്തിയ ആ കാലം. അപ്പോൾ ആ കാലം നമുക്കിപ്പോൾ അറിയാം. പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആ കാലം. കലിയുഗത്തിന് തൊട്ടു മുമ്പുള്ള കാലം പുരാണങ്ങളിലൂടെ പറഞ്ഞു വരുന്നു. ആ കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് ഇതെല്ലാം നശിച്ചുപോയി. വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം നഷ്ടപ്പെട്ടു. എന്തിന് ആ സമയത്ത് അവതരിച്ചോ പറയുന്നു ഭൗമസ്യ ബ്രഹ്മണ. ഭൗമം ഭൂമി സംബന്ധമായിട്ടുള്ളത്, ഭൂമിയിൽ നേരത്തെ പറഞ്ഞല്ലോ സപ്തദ്വീപാചമേദിനി ഭൂമണ്ഡലം. ആ ഭൂമണ്ഡലത്തിലെ ബ്രഹ്മണ, ബ്രഹ്മത്തിന്റെ എന്നർത്ഥം. ഈ ഭൂമണ്ഡലത്തിലുള്ള ബ്രഹ്മം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ബ്രഹ്മം. അതെന്താണ് വിശദീകരിക്കുന്നു? ബ്രാഹ്മണത്വം എന്ന് പറയുന്നതാണ്. ബ്രാഹ്മണനിൽ ഇരിക്കുന്ന ഗുണമാണ് ബ്രാഹ്മണത്വം. എവിടെയാണോ ബ്രാഹ്മണത്വം ഇരിക്കുന്നത് അതാണ് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാവുന്ന ബ്രഹ്മം. അതാണ് ഭൗമസ്യ ബ്രഹ്മണ. ഇത് വിവാദമുള്ള ഭാഗമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഭൗമസ്യ ബ്രഹ്മണ. ഭൗമം എന്ന് വെച്ചാൽ ഭൂമിയെ സംബന്ധിക്കും. കാരണം ബ്രഹ്മത്തെക്കുറിച്ച് നേരത്തെ എന്താണ് പറഞ്ഞത്? അവ്യക്താത് പരഹ. അവ്യക്തത്തിനപ്പുറമാണ് ബ്രഹ്മം. നാരായണൻ
പക്ഷെ ആ നാരായണൻ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. എവിടെ, എങ്ങനെ? ബ്രാഹ്മണത്വത്തിലൂടെ. ബ്രാഹ്മണത്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗുണങ്ങളിലൂടെ. അത് ഗീതയിൽ തന്നെ വിശദമാക്കും. സമോദമ, തപസ്സത്യം, ശൗചം എന്നിങ്ങനെ വിശദീകരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ബ്രാഹ്മണത്വത്തിലൂടെ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണത്വം നിലനിൽക്കുന്ന ആ ബ്രാഹ്മണനിലൂടെ ഭൂമിയിൽ പ്രകടമായിരിക്കണം ആ നാരായണൻ. അങ്ങനെയുള്ള ആ ബ്രാഹ്മണത്വത്തിന്റെ രക്ഷണാർത്ഥം, ആ ബ്രാഹ്മണത്വത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന ശമം, ദമം, തപസ് തുടങ്ങി ബ്രാഹ്മണനിൽ കാണുന്ന ആ ഗുണങ്ങൾ, അതിന്റെ രക്ഷണാർത്ഥം അതോടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. തിരിച്ചും മറിച്ചും ഒന്നും വ്യാഖ്യാനിക്കാതിരുന്നാൽ മതി. ശരിയായ രീതിയിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ സംഗതിയെല്ലാം തിരിഞ്ഞു മറിയും. ഭാഷ്യകാരൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതേ രീതിയിൽ ഒരു വ്യത്യാസവും വരുത്താതെ ദുർവ്യാഖ്യാനം ചെയ്യാതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കാര്യം വളരെ സ്പഷ്ടമാണ്. ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണത്വം, ബ്രാഹ്മണ ഗുണം, ബ്രാഹ്മണനിരിക്കുന്ന ധർമ്മം, അതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്ന ആ ബ്രാഹ്മണത്വം വളരെ വിശദമായി പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഗീതയിൽ മാത്രമല്ല, മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഈ ബ്രാഹ്മണത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ബ്രാഹ്മണത്വത്തിന്റെ രക്ഷ കൊണ്ട് മാത്രമേ ഈ ജഗത്തിന്റെ രക്ഷ ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ശമതമാദി ഗുണസമ്പന്നനായിരിക്കുന്നവൻ നായബ്രാഹ്മണൻ, അവൻ വാസ്തവത്തിൽ എന്താണ്? ആ നാരായണൻ തന്നെയാണ്. ഭൗമസ്യ ബ്രഹ്മണ, ഈ ഭൂമിയിൽ ആ നാരായണൻ തന്നെ പ്രകടമായിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഗുരുസങ്കല്പം. അങ്ങനെയുള്ള ബ്രാഹ്മണനെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. അതാണ് ഗുരുവിനെ നമ്മൾ പൂജിക്കുന്നത്. പൂജാർഹനാണ്. എന്തുകൊണ്ട്? അവിടെ ബ്രാഹ്മണത്വമുണ്ട്. അങ്ങനെയുള്ള ബ്രാഹ്മണത്വത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദേവയ്ക്കാം വാസുദേവാത്, ഐതിഹാസികമായ പൗരാണികമായ അവതാരത്തെ ഇവിടെ കാണിക്കുകയാണ്. ദേവകിയിൽ വാസുദേവനിൽ നിന്ന് അംശേന കില സംബഭൂവ, അംശരൂപത്തിൽ എന്ന് പറഞ്ഞാൽ പരിച്ഛിന്നമായ രൂപത്തിൽ. അവ്യക്തത്തിനപ്പുറം ഇരിക്കുന്ന നാരായണൻ എങ്ങനെ മനുഷ്യരൂപത്തിൽ, പരിച്ഛിന്നമായ രൂപത്തിൽ, നമുക്ക് ബാഹ്യമായി കാണത്തക്ക രൂപത്തിൽ, കൈയും കാലും മുഖവും എല്ലാം ഉള്ള രൂപത്തിൽ സംബഭൂവ അവതരിച്ചു. കില എന്ന് പറഞ്ഞാൽ ഈ കാര്യം പുരാണങ്ങളിലും മറ്റും പ്രസിദ്ധമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ധർമ്മം ആദിയിൽ ഭഗവാൻ ഉപദേശിച്ചു. സനകാദികൾക്കും പ്രജാപതികൾക്കും അവരുടെ പരമ്പരകൾ അത് അനുഷ്ഠിച്ചു. ദീർഘകാലം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി? ധർമ്മം കീഴ്പ്പെടുത്തത്തക്ക തരത്തിൽ അധർമ്മം വളർന്നു. എന്തുകൊണ്ട്? കാമോദ്ഭവ, കാമം ഉദ്ഭവിച്ചു, ദുരാഗ്രഹങ്ങളുണ്ടായി. അത് ഉദ്ഭവിക്കുന്നതിന് എന്തുകൊണ്ട്, എവിടെ നിന്ന് ഉദ്ഭവിച്ചു? അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പൂർവ്വകൽപ്പങ്ങളിലെ, പൂർവ്വജന്മങ്ങളിലെ സംസ്കാരം. ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞ് രണ്ട് ധർമ്മവും നഷ്ടമായി. പ്രവൃത്തി രൂപത്തിലുള്ള ധർമ്മവും നിവൃത്തി രൂപത്തിലുള്ള ധർമ്മവും നഷ്ടമായി. അത് നഷ്ടപ്പെട്ട അത് കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വീണ്ടും ജഗത സ്ഥിതിം പരിപിപാലയിഷു, ഈ ജഗത്തിനെ വീണ്ടും നിലനിർത്തണം. മനുഷ്യനെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളെ ബോധിപ്പിക്കണം. രണ്ടും ബോധിപ്പിക്കുന്നു. പ്രവൃത്തിയുടെ മാർഗം, വേദോക്തമായ ധർമ്മമാർഗം, മറ്റൊന്ന് നിവൃത്തിയുടെ മാർഗം. ഇതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആദികർത്താവായ നാരായണൻ അവതരിച്ചു.
പക്ഷെ അത് എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? ബ്രാഹ്മണത്വത്തിലൂടെ. ബ്രാഹ്മണത്വം ശമതമാദി ഗുണങ്ങളെ ഉപദേശിച്ചുകൊണ്ട്. അങ്ങനെ ബ്രാഹ്മണത്വസ്യ ഹി രക്ഷണേന അടുത്ത് പറയുന്നു. രക്ഷിതഃ സ്യാദ് വൈദികോ ധർമ്മഃ തദ് അധീനത്വാദ് വർണ്ണ ആശ്രമ ഭേദാന. ആ ബ്രാഹ്മണത്വത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ആധാരശിലയായിരിക്കുന്ന, ധർമ്മത്തിന് ആധാരശിലയായിരിക്കുന്ന ആ ബ്രാഹ്മണത്വത്തെ രക്ഷണേന രക്ഷിച്ചു കഴിഞ്ഞാൽ, അതിനെ നിലനിർത്തി കഴിഞ്ഞാൽ, സമം ദമം തപസ് ശൗചം തുടങ്ങി ഇവിടെ ഗീതയിൽ തന്നെ ഉപദേശിക്കുന്നു ആ ബ്രാഹ്മണത്വം. അതിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ രക്ഷിതഃ സ്യാദ് വൈദികോ ധർമ്മഃ. ഈ വൈദികമായ പ്രവൃത്തി നിവൃത്തി രൂപത്തിലുള്ള ഈ ധർമ്മം രക്ഷിക്കപ്പെടും. കാരണം അവരാണത് ഉപദേശിക്കേണ്ടത്. പിന്നീട് വരുന്ന ക്ഷാത്രധർമ്മം, വൈശ്യധർമ്മം, ശൂദ്രധർമ്മം, ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഈ ബ്രാഹ്മണധർമ്മമാണ്. ഈ ധർമ്മത്തെ ഉപദേശിച്ച് നിലനിർത്തി കഴിഞ്ഞാൽ തദധീനത്വ, അതിനധീനമായി മറ്റെല്ലാ ധർമ്മങ്ങളും നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ആ ബ്രാഹ്മണത്വത്തിന് അധീനമാണ് വർണ്ണ ആശ്രമ ഭേദാനാം, വർണ്ണാശ്രമ ഭേദങ്ങളെല്ലാം. ഇവിടെ പറയുന്നതായ വർണ്ണ വ്യവസ്ഥിതിയും ആശ്രമ ധർമ്മവും എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളതല്ല. നമ്മൾ വർണ്ണം ആശ്രമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ദുഷിച്ച, നേരത്തെ പറഞ്ഞല്ലോ, ഇതനുഷ്ഠിച്ച് അവരിൽ കാമം ഉണ്ടായി, അതുകൊണ്ട് അധർമ്മം വളർന്ന് ധർമ്മം നശിച്ചു കഴിഞ്ഞ വർണ്ണത്തെക്കുറിച്ചും ആശ്രമങ്ങളെക്കുറിച്ചും നമുക്കറിയാവും. അതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ പറയുന്ന വർണ്ണ ആശ്രമങ്ങളെന്ന് പറയുന്നത് ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് നിലനിന്നതാണ്. നമുക്ക് പരിചയമുള്ളത് ഭഗവാൻ അവതരിച്ച കാലത്തും അതിനുശേഷമുള്ളതാണ്. ഭഗവാൻ അവതരിച്ച കാലത്ത് ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം ദൂഷിച്ചിരുന്നു. അതിനുശേഷവും അതിന്റെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം നിലനിന്ന എന്താണ്? ഈ ആശയം നിലനിന്നു. ബ്രാഹ്മണത്വത്തെക്കുറിച്ചുള്ള ഉന്നതമായ ആശയം അത് ഭഗവാന്റെ ഉപദേശത്തിലൂടെ നിലനിന്നു. സമൂഹത്തിൽ അത് അപ്രത്യക്ഷമായിപ്പോയി. ഭഗവാന്റെ അവതാരം കൊണ്ട് സാധിച്ചത് എന്താണ്? യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണത്വം എന്താണ്, യഥാർത്ഥത്തിലുള്ള ആശ്രമധർമ്മം എന്താണ് എന്ന് ജിജ്ഞാസുക്കൾക്ക് മനസ്സിലാക്കാനും ജിജ്ഞാസുക്കൾക്ക് അതനുഷ്ഠിക്കാനും ഉള്ളൊരവസരമുണ്ടായി. അതാണ് ഉപദേശം കൊണ്ടുവന്ന പ്രയോജനം. സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതി എന്നുള്ള നിലയ്ക്ക് അത് മുമ്പ് തന്നെ നശിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് അതിന്റെ ഒരു ഛായ, അതാണ് സമൂഹത്തിൽ നിലനിന്നത്. അതെന്താണ്? ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും എല്ലാം നിറഞ്ഞ, അതായത് കാമോദ്ഭവ, ഇതനുഷ്ഠിച്ചുകൊണ്ടിരുന്നവരുടെ കാമനകളുടെ സൃഷ്ടിയായിരുന്നു. ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും എല്ലാമുള്ള വർണ്ണവ്യവസ്ഥയാണ് നമുക്ക് പരിചയമുള്ളത്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഗുണങ്ങളെ, കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള യഥാർത്ഥമായിട്ടുള്ള ധർമ്മത്തെയാണ്. അതാണ് ഭഗവാൻ ബോധിപ്പിച്ചത്. പക്ഷെ ജനങ്ങൾ ബോധിക്കാതിരുന്നത്. അതാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വർണ്ണം, ആശ്രമം, ആ വ്യവസ്ഥയോടുകൂടി ചേർന്നിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങൾ ശരിയായ രീതിയിൽ നിലനിൽക്കൂ. അതുകൊണ്ട് അത്തരം ഒരു സമൂഹമാണ് ഗീതയിൽ വിവക്ഷിക്കുന്ന സമൂഹം, ഗീതയിൽ പറയുന്ന യഥാർത്ഥമായ സമൂഹം. അല്ല നമ്മൾ ഇന്ന് കരുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടു കേട്ട് പരിചയിച്ചിട്ടുള്ള ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും നിറഞ്ഞ ഒരു വർണ്ണ വ്യവസ്ഥയല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത് മുന്നോട്ട് ചെല്ലുമ്പോൾ പറയുന്നത് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിരുന്നു. അത് ഞാൻ സൃഷ്ടിച്ചു തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. മരീച്യാദിയും സനകാദിയും ഒക്കെ സൃഷ്ടിച്ച് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു ജഗത്ത്. പക്ഷെ അത് നശിച്ചുപോയി.
ഭഗവാൻ തന്നെ പറയുന്നു. അതെന്താണെന്ന് അതിന്റെ യഥാർത്ഥ രൂപമേ നശിച്ചുപോയി. വീണ്ടും രണ്ടാമത് വന്ന് വീണ്ടും ഉപദേശിച്ചു. അത് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് കുറച്ചുപേരുടെ മനസ്സിൽ വീണ്ടും എന്താണ് ശരിയായ വർണ്ണം, എന്താണ് ശരിയായ ആശ്രമം എന്നുള്ള ബോധമുണ്ടായി. കുറച്ച് മനുഷ്യരത് അനുഷ്ഠിച്ചു. വീണ്ടും അതിന് നാശം വന്നു. വീണ്ടും അവതാരങ്ങൾ, അനന്തമായ അവതാരങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്താണ്? യഥാർത്ഥത്തിലുള്ള ഈ വർണ്ണ ആശ്രമധർമ്മങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാനാണ്. അത് സദ്വാസനയുള്ള ജീവന്മാര്, ജിജ്ഞാസുക്കൾ കുറച്ചുപേര് ബോധിക്കും, കുറച്ചുപേര് ധർമ്മത്തിന്റെ മാർഗത്തിൽ ചലിക്കും, മറ്റൊരു വിഭാഗം അധർമ്മത്തിന്റെ മാർഗത്തിലും ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന കുറച്ച് പേരുടെ പ്രയോജനം നിലനിൽക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അവതാരങ്ങൾ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അവതാര സങ്കല്പം അതും അദ്വൈതത്തിന് വിരോധമല്ല എന്നുള്ളതിന് പ്രമാണമാണ് ഇവിടെ ഭാഷ്യകാരൻ തന്നെ അംശേന കില സംഭവവും. ആ നാരായണൻ തന്നെ ഇവിടെ മനുഷ്യരൂപത്തിൽ, പരിച്ഛിന്നമായ മനുഷ്യരൂപത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. പലരും പറയുന്നത്, ധരിച്ചിരിക്കുന്നത് അദ്വൈതം എന്ന് പറയുമ്പോൾ അതിന് ഈ അവതാരം എന്ന് പറയുന്ന സങ്കല്പങ്ങളൊന്നുമില്ല, അതൊന്ന് ശുദ്ധമായ ആധ്യാത്മികതയല്ല അങ്ങനെ പറയുന്നത്. ഇതെല്ലാം ചില തെറ്റായി ധരിച്ചിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇതെല്ലാം അദ്വൈത സമ്മതമായ കാര്യങ്ങളാണ്. ഈശ്വരൻ ഏകനായിരിക്കെ തന്നെ ഈ അവ്യക്താത്പര മായയ്ക്ക് അധീശനായി മായാതീതനായി ഇരിക്കെ തന്നെ ആ ഈശ്വരന് മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ ഇടയിൽ ധർമ്മസംരക്ഷണാർത്ഥം അവതരിക്കാം. അതാണ് ഗീതയിൽ തന്നെ വീണ്ടും പറയും, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി. എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു എന്നുവെച്ചാൽ നിരന്തരം ധർമ്മത്തിന് അതൊരിക്കൽ തകർന്നു കഴിഞ്ഞു. കൽപ്പത്തിന്റെ ആദിയിൽ ഭഗവാൻ സനകാദികൾക്കും പ്രജാതികൾക്കും ഉപദേശിച്ച ആ ധർമ്മം കാലക്രമേണ ചില തലമുറകൾ അത് അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് നശിച്ചു കഴിഞ്ഞു. അത് നശിച്ചു കഴിഞ്ഞ കാലം മുതൽ തന്നെ വീണ്ടും അതിനുപദേശിക്കുന്നതിന് ഭഗവാന് ഭൂമിയിൽ വരേണ്ടി വന്നു. അതിങ്ങനെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അവതാര സങ്കല്പം നമ്മുടെ ശാസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ അദ്വൈത വേദാന്തത്തിനോ ദഹിക്കാത്ത ഒരു കാര്യമല്ല. അത് ശാസ്ത്രസമ്മതമായ ഒരു കാര്യമാണ് എന്നുള്ളതിന് പ്രമാണമായിട്ട് ഈ ഭാഗത്തെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് ആവശ്യമാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ട് അവതാര കൃത്യത്തെയാണ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ വൈദികമായ ധർമ്മത്തെക്കുറിച്ചും അതിന്റെ നാശത്തെക്കുറിച്ചും വീണ്ടും അതിന്റെ ധർമ്മസ്ഥാപനം പുനർസ്ഥാപനത്തെക്കുറിച്ചും അതാണ് ഇവിടെ ഭാഷ്യകാരൻ ഇതിന്റെ ആരംഭത്തിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ ഗീത ഉപദേശിച്ചത് സാക്ഷാത് ഭഗവാൻ തന്നെ, സാക്ഷാത് നാരായണൻ തന്നെ മനുഷ്യരൂപത്തിൽ അംശരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച് ഗീത ഉപദേശിച്ചു എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. അത് ഗീത ഉപദേശിച്ചാളി എന്ന് പറയുന്നുണ്ട്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥി. പല ഭാഗങ്ങളിലും ഞാൻ തന്നെയാണ് ആ പരമാത്മാവ്, സർവപ്രാണികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ തന്നെയാണ്. അജ്ഞനോട് പറയും, നീ അറിയുന്നില്ല, പക്ഷെ എനിക്കിതെല്ലാം അറിയാം. ആദിയും മധ്യവും അന്തവും എല്ലാം അറിയുന്നവനാണ് ഞാൻ തന്നെയാണ് ഈ ആത്മവിദ്യയെ ആദ്യം പ്രകാശിപ്പിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാഷ്യകാരൻ അതിനെ ഇവിടെ തന്റെ ഭാഷയിൽ വിശദീകരിക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗം അടുത്ത് നമ്മൾ ചർച്ച ചെയ്യും. ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കുന്നു. പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.